Hi, hello, and welcome back to Leap by IAS Factor. So, here is the first question of this episode. Consider the following statements with respect to Global Biofuel Alliance. Biofuel Alliance നെ കുറിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട് രണ്ടെണ്ണം നോക്കാം. First one, it is an intergovernmental alliance formed by global south countries. അപ്പോൾ ഗ്ലോബൽ സൗത്ത് കൺട്രീസ് ചേർന്നിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്റർ ഗവൺമെന്റൽ അലയൻസ് ആണ് എന്ത് ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കൂ. ഇറ്റ് വാസ് ഫോംഡ് ഓൺ ദി സൈഡ് ലൈൻസ് ഓഫ് ദി ബ്രിക്സ് സമ്മിറ്റ് ഇൻ ബ്രസീൽ ഇൻ 2025. 2025 ബ്രസീലിൽ നടന്ന ബ്രിക്സ് സമ്മിറ്റിലാണ് അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് ബന്ധപ്പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ സൈഡ് ലൈൻസിലാണ് ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്ന ആ കൂട്ടായ്മ രൂപപ്പെട്ടത് എന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. കുറച്ചെങ്കിലും പത്രം വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഞാൻ എടുത്തു പറയുന്നു, കുറച്ചെങ്കിലും പത്രം വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അല്ലാത്ത ആളുകൾക്ക് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. ഇപ്പം ഒരു കാര്യം പറയാം, നിങ്ങൾ റീസെൻ്റായിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയ മെയിൻസിലെ 2025 UPSCയുടെ മെയിൻസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. വലിയ രീതിയിൽ കറണ്ട് അഫെയറിൽ നിന്നും കാര്യങ്ങൾ എക്സാമ്പിൾസും സ്റ്റാറ്റ്സും ഒക്കെ എടുത്ത് എഴുതേണ്ട അവസ്ഥയിലുള്ള ചോദ്യങ്ങളാണ് വളരെയധികവും ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ GS2 ടഫാണ് എന്ന് പറയുന്നിടത്ത് GS2 എന്തുകൊണ്ട് ടഫായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് പ്രോപ്പറായിട്ട് പത്രവായന ഇല്ലാത്തതാണ് എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും. കാരണം കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പത്രം വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എഴുതാൻ വേണ്ട കണ്ടന്റ് ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ. മനസ്സിലായില്ല? അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പണി തരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇപ്പം GS3 എത്തിയാലും പ്രശ്നം GS3 എക്കണോമി പേപ്പർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ഈസി ആയിട്ട് എല്ലാത്തിനും ആൻസർ എഴുതാം. പക്ഷേ എല്ലാത്തിനും പോയിന്റ് എഴുതും. എഴുതുന്നതിൻ്റെ ഒപ്പം വാലിഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾസോ അല്ലെങ്കിൽ ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ എടുക്കണമെങ്കിൽ എവിടെ നിന്ന് വേണം? അത് പത്രത്തിൽ നിന്ന് വേണം. ആ രീതിക്കുള്ള ചോദ്യങ്ങളാണ് മെയിൻസിൽ പോലും ഇത്തവണ വളരെയധികം കയറി വന്നത്. അതായത് പത്രം വായന സ്ഥിരമായിട്ടില്ലാത്തവർക്ക് UPSC എക്സാം ജയിക്കാൻ ഇത്തിരി കടുപ്പമായിരിക്കും എന്നാണ് അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ തിരിച്ചൊരു ഞാൻ പറഞ്ഞു, ചെറുതായിട്ടെങ്കിലും പത്രം വായിക്കുന്ന ആളിന് മനസ്സിലാവും 2025 ബ്രിക്സ് സമ്മിറ്റിൻ്റെ അതിൻ്റെ സൈഡ് ലൈൻസിലൊന്നും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ 2 എലിമിനേറ്റ് ചെയ്യുക. ഇനി ഫസ്റ്റ് വൺ ആണ്. അവിടെ ഇന്റർ ഗവൺമെന്റൽ അലയൻസും ഫോംഡ് ബൈ ഗ്ലോബൽ സൗത്ത് കൺട്രീസും, ഈ രണ്ടിടത്താണ് തെറ്റിനുള്ള സാധ്യതകൾ ഇരിക്കുന്നത്. ഒന്നുകിൽ ഇവിടെ ആവാം അല്ലെങ്കിൽ ഇവിടെ ആവാം. ഓക്കെ, അപ്പൊ എന്താ ഗ്ലോബൽ സൗത്ത് കൺട്രീസ് എന്നുള്ളത് അറിയണ്ടേ? എന്താ ഗ്ലോബൽ സൗത്ത് കൺട്രീസ്? നിങ്ങൾ IR റിലേറ്റഡ് ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ എപ്പോഴും കാണുന്ന വാക്കുകളൊന്നാണ് ഗ്ലോബൽ സൗത്ത് കൺട്രീസ്. പൊതുവിൽ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമുള്ള കൺട്രീസിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ ഗ്ലോബൽ സൗത്ത് കൺട്രീസ് എന്ന് പറയുന്നത്. ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഇതിനെ ഗ്ലോബൽ സൗത്ത് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പം സോഷ്യലും എക്കണോമിക്കുമായിട്ടുള്ള കണ്ടീഷൻസ് പ്രകാരം, ബിക്കോസ് കൂടുതൽ ഹൈ പോവർട്ടി ഉള്ള സ്ഥലങ്ങളായിരിക്കും, പിന്നെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവായിട്ടുള്ളതായിരിക്കും, ഹൈ പോപ്പുലേഷനുള്ള ഇതായിരിക്കും. പിന്നെ ഇതൊക്കെ കൂടാതെ കൊളോണിയലിസത്തിൻ്റെ വലിയൊരു ഹിസ്റ്ററിയും പറയാനുണ്ട് ഈ രാജ്യങ്ങൾക്കൊക്കെ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള കൺട്രീസിനെയാണ് ഗ്ലോബൽ സൗത്ത് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത് ഗ്ലോബൽ സൗത്ത് കൺട്രീസിന് ചേർന്നിട്ടുണ്ടാക്കിയതാണോ എന്നറിയാൻ ഇതിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? അറിയാത്തടത്തോളം കാലം നമുക്ക് ഇതിന് ആൻസർ എഴുതാനൊക്കത്തില്ല. അപ്പോൾ കൊണ്ടോ നമ്മൾ പെട്ടിരിക്കുകയാണ്. പക്ഷേ എന്താ പറയേണ്ടത്, നമുക്ക് 2 തെറ്റാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ബിയും എലിമിനേറ്റ് ചെയ്യാം, സിയും എലിമിനേറ്റ് ചെയ്യാം. സോ ഒരു 50-50 വന്ന് നിൽക്കുകയാണ്. ചാൻസ് എടുക്കാമെങ്കിൽ എടുക്കുക. കാരണം ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത് ഒരു ഇന്റർ ഗവൺമെന്റൽ അലയൻസ് അല്ല. അതായത് ഇതൊരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള ഒരു അലയൻസാണ്. സർക്കാരുകൾ മാത്രം ചേർന്നിട്ടുള്ള ഒരു അലയൻസ് അല്ല, മൾട്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതിനകത്ത് ഗവൺമെന്റ് ഉണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്. അപ്പം ഈ പാർട്ട് നല്ല ഒന്നാം തരം തെറ്റാണ്. മനസ്സിലായില്ലേ? ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അലയൻസ്. അതിനകത്ത് പ്രൈവറ്റ് പാർട്ടീസ്, ഇൻഡസ്ട്രീസ് ഉണ്ട്, ഗവൺമെന്റുകളുണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. കൂടാതെ ഇതിനകത്ത് ഗ്ലോബൽ സൗത്ത് കൺട്രീസ് മാത്രമല്ല. അപ്പൊ ഈ പാർട്ടും തെറ്റാണ്. ക്ലിയർ? ആ പാർട്ടും തെറ്റാണ്. ഇനി നോക്കൂ, അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കൂ. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ അവർ പ്രൈം മിനിസ്റ്റർ along with the leaders of USA. USA ഒരു ഗ്ലോബൽ സൗത്ത് കൺട്രിയേ അല്ല.
മനസ്സിലായില്ലേ? ഇതൊരു ഗ്ലോബൽ സൗത്ത് കൺട്രിയേ അല്ല. അപ്പോൾ USA, ബ്രസീൽ, ഇറ്റലി, അർജന്റീന, സിംഗപ്പൂർ, ബംഗ്ലാദേശ്, മൊറീഷ്യസ് ആൻഡ് UAE ഓൺ ദി സൈഡ് ലൈൻസ് ഓഫ് G20 സമ്മിറ്റ് ഇൻ ന്യൂഡൽഹി. ഇന്ത്യ G20 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡ് ലൈൻസിലാണ് എന്ത് രൂപപ്പെട്ടത്? ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് രൂപപ്പെട്ടത്. മനസ്സിലായില്ലേ? അതായത് ഇന്റർനാഷണലി ബയോഫ്യൂൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നവരും തമ്മിലുള്ള ഒരു അലയൻസ്. അതുകൊണ്ടാണ് ഇവിടെ ഇൻഡസ്ട്രിയൊക്കെ ഒരുപാട് കയറി വരുന്നത്. മനസ്സിലായി? അപ്പം ഏറ്റവും കൂടുതൽ ബയോഫ്യൂൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് USA ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. മനസ്സിലായില്ലേ? USA കടന്നു വരുന്നു. ഇന്ത്യ അതേപോലെ ബയോഫ്യൂലിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യം. അതുകൊണ്ട് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നു ബാക്കിയുള്ളവരുടെ ഒപ്പം ചേർന്നിട്ട്. സോ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ തെറ്റാണ്. സോ അവർ ആൻസർ ഈസ് നൈദർ 1 nor 2. സോ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് ഒരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അലയൻസ് ആണ്. It was started by our Prime Minister along with the leaders of USA, Brazil, Italy, Argentina, Singapore, Bangladesh, Mauritius and UAE on the sidelines of G20 summit in New Delhi. Clear ആയല്ലോ? Which of these correctly explains the term white shipping? വൈറ്റ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ടേം എന്താണ് എന്നാണ് ചോദ്യം. ആദ്യത്തെ നോക്കൂ. എക്സ്ചേഞ്ച് ഓഫ് അഡ്വാൻസ് ഇൻഫോർമേഷൻ അബൌട്ട് ദി മൂവ്മെന്റ് ആൻഡ് ഐഡന്റിറ്റി ഓഫ് കമേഴ്ഷ്യൽ നോൺ മിലിറ്ററി മെർച്ചന്റ് വെസൽസ് ബിറ്റ്വീൻ കൺട്രീസ്. അതായത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ കമേഴ്ഷ്യലായിട്ടുള്ള നോൺ മിലിറ്ററി ആയിട്ടുള്ള, അതായത് മിലിറ്ററി അല്ലാത്ത കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഷിപ്സിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ച് മുൻകൂട്ടി ഇൻഫോർമേഷൻ കൈമാറുന്നതിനെയാണ് വൈറ്റ് ഷിപ്പിംഗ് എന്ന് ഓപ്ഷൻ പറയുന്നു. ബി നോക്കൂ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലെജിറ്റിമേറ്റ് ഗുഡ്സ് സോൾഡ് ത്രൂ അൺഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ത്രൂ വാട്ടർവേസ്. വാട്ടർവേസിലെ അൺഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ലെജിറ്റിമേറ്റ് ഗുഡ്സ് വിൽക്കുന്നതിനെയാണ് വൈറ്റ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ നോക്കൂ. ഓഷ്യാനിക് പാസഞ്ചർ മൂവ്മെന്റ് ത്രൂ പ്രോപ്പർ ചാനൽസ്. ആൻഡ് ഡി, എ പ്രോസസ് ത്രൂ വിച്ച് ക്രൂയിസ് വെസൽസ് ആർ പ്രൊവൈഡഡ് ഷിപ്പിംഗ് ക്ലിയറൻസ് ത്രൂ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ചാനൽ. അതായത് ക്രൂയിസ് വെസൽസ്, പാസഞ്ചർ വെസൽസിന് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ചാനലിൽ കൂടെ പോകാനുള്ള ആ ക്ലിയറൻസ് നേടിത്തരുന്ന പ്രോസസ്സിനെയാണ് വൈറ്റ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്തായാലും ബി എലിമിനേറ്റ് ചെയ്യാം. കാരണം വൈറ്റ് എന്നുള്ള ടേമൊക്കെ അല്ലേ? വൈറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ഈ അൺഒഫീഷ്യൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്കി മൂന്നിൽ എന്തു വേണമെങ്കിലും ആകാം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചോ. ദി റൈറ്റ് ആൻസർ ഈസ് എ. ഈ മൂന്നിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആൻസറിലേക്ക് എത്താൻ ഒരു നോർമൽ ലോജിക്ക് വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ വളരെ പാടാണ്. പിന്നെ വേണമെങ്കിൽ സിയും കൂടെ ഒന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൂ. കാരണം കമ്പയർഡ് ടു എ ആൻഡ് ഡി, സി എന്ന് പറയുന്ന ഓപ്ഷന്റെ ഫ്രെയിമിംഗ് ഉണ്ടോ, അത് വളരെ പ്ലെയിൻ ഫ്രെയിമിംഗ് ആണ്. ആക്ച്വലി എയും ഡിയും കുറച്ചധികം കണ്ടന്റ് കയറ്റി വെച്ചിട്ടുള്ള ഫ്രെയിമിംഗ്. അപ്പം എ ഓർ ഡി ആകാം എന്നുള്ള ഒരു വൈൽഡ് ഗസ്സിന്റെ ഭാഗമായിട്ട് സി എലിമിനേറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. സ്റ്റിൽ ഇതിനകത്ത് നമുക്ക് ഒറ്റ ഓപ്ഷൻ മാത്രം എലിമിനേറ്റ് നിർത്താൻ പറ്റുന്ന ചോദ്യമാണിത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പത്രത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഹെഡ്ലൈനിൽ കാണില്ല, ഒരിക്കലും ഫസ്റ്റ് പാരഗ്രാഫിൽ സെക്കൻഡ് പാരഗ്രാഫിൽ ഒന്നും കാണത്തില്ല. എവിടെയെങ്കിലും ഉള്ളിൽ മാത്രമേ കാണത്തുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്നും പോകും. സോ ഷിപ്സിനെ പൊതുവെ കാറ്റഗറൈസ് ചെയ്യുന്ന ഈ കളേഴ്സിന്റെ അടിസ്ഥാനത്തിൽ, അതായത് വൈറ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഷിപ്സിന് വൈറ്റ് കളർ കൊടുക്കും. കളർ കോഡിംഗ് ആണ്. മിലിറ്ററിക്ക് ഗ്രേ കളർ കോഡിംഗ് കൊടുക്കും. ആൻഡ് ബ്ലാക്ക് ഫോർ ഇല്ലീഗൽ വെസൽസ്. അപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള വെസൽസിന് ബ്ലാക്ക് എന്ന് പറയുന്ന ആ കളർ കോഡിലായിരിക്കും അറിയപ്പെടുന്ന, മിലിറ്ററി ഗ്രേ കളർ കോഡിലായിരിക്കും. ആൻഡ് കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഷിപ്സിനെ വൈറ്റ് എന്ന് പറയുന്ന കളർ കോഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നോർമലി ഡിനോട്ട് ചെയ്യുക. അപ്പോൾ വൈറ്റ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ പരസ്പരം മുൻകൂട്ടി അവർ തമ്മിലുള്ള കമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ മൂവ്മെന്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിനെയാണ് വൈറ്റ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ. With respect to exclusive economic zone, which of the following statements is or are correct? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനെ കുറിച്ചാണ് ചോദ്യം. ഈസിയാണ്. ഒരു നോർമൽ പത്രമാനുള്ളവർക്ക് ഈസിയാണ്. An exclusive economic zone extends up to 12 nautical miles from the coast of a country. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണ് ഒരു കോസ്റ്റിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെ ദൂരത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് തെറ്റാണ്. 12 അല്ല, 200 നോട്ടിക്കൽ മൈൽസ് ആണ് എന്ന് ഏതൊരു സാധാരണ പത്രം വായനക്കാരനും അതറിയാം. സോ ദാറ്റ് മീൻസ് 1 ഈസ് റോങ്. സെക്കൻഡ് നോക്കൂ.
With the exclusive economics, within the exclusive economic zone, coastal nation has jurisdiction over both living and non-living resources. So exclusive economic zoണിനുള്ളിൽ ആ രാജ്യത്തിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അറേബ്യൻ സീയുടെ സൈഡ് ആണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുത്തോ. അപ്പം ഏത് രാജ്യത്തിന്റെ കോസ്റ്റിൽ നിന്നാണോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുന്നത്, ആ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്തുള്ള ലിവിങ് നോൺ ലിവിങ് റിസോഴ്സസിന്റെ ജൂറിസ്ഡിക്ഷൻ ആ രാജ്യത്തിനായിരിക്കും എന്ന് പറയുന്നു. ട്രൂ ഓ ഫോൾസോ? ലോജിക്കലി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണായിട്ടൊരു സാധനം വേർതിരിച്ച് തരികയാണ്. മനസ്സിലല്ലേ? എക്സ്ക്ലൂസീവ് എക്കണോമിക്സ് ആണെന്നും പറഞ്ഞ് വേർതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ക്ലൂസിവിറ്റി എന്തെങ്കിലും ഉണ്ടാവണ്ടേ ആ രാജ്യത്തിന്? ഇപ്പം ഞാൻ പറഞ്ഞു കേരള ബോർഡറിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരം ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ പെടുന്നതാ. മനസ്സിലായില്ലേ? അപ്പം എക്സ്ക്ലൂസിവിറ്റി അവിടെ ഉണ്ട്. അതായത് അവിടുത്തെ കംപ്ലീറ്റ് ജൂറിസ്ഡിക്ഷനും ആരുടെ കയ്യിലായിരിക്കും? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കയ്യിലായിരിക്കും കംപ്ലീറ്റ് ജൂറിസ്ഡിക്ഷൻ. അതിനകത്ത് ലിവിങ് ഉണ്ടായിക്കൂടെ, നോൺ ലിവിങ് ഉണ്ടായിക്കൂടെ? അതായത് കംപ്ലീറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നാണ്. അപ്പം ലിവിങ്ങും നോൺ ലിവിങ്ങും അതിനകത്ത് ഉണ്ടാവണം എന്നുള്ള പ്ലെയിൻ ലോജിക് പ്രകാരം വി ക്യാൻ ടേക്ക് 2 as റൈറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കൂ. ദി കോൺസെപ്റ്റ് ഓഫ് ആൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ വാസ് അഡോപ്റ്റഡ് ത്രൂ ദി 1982 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് സീസ്. അതായത് UN ക്ലോസ് പ്രകാരമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു നോർമൽ UPSC ആസ്പിറന്റിന് അറിയാവുന്ന കാര്യമാണ്. ദാറ്റ്സ് ട്രൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് 2 and 3 are the right answers. So എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് കോസ്റ്റിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് വരെ കിടക്കുന്ന ദൂരമാണ്. 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരത്തിന് നമ്മൾ ടെറിട്ടോറിയൽ സീ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, 12 നോട്ടിക്കൽ മൈൽ വരെ ആണെങ്കിൽ വി കോൾ ഇറ്റ് ടെറിട്ടോറിയൽ സീ. മനസ്സിലായില്ലേ? ഇവിടെ നിന്നും 200 വരെ കിടക്കുന്ന അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അതിനുശേഷം ഹൈ സീ അല്ലെങ്കിൽ ഇന്റർനാഷണൽ വാട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഏരിയ ആണ് 200 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് വരിക. ഓക്കെ, അപ്പോൾ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ കോസ്റ്റിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് വരെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടുത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ്സ്, ജൂറിസ്ഡിക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും ആ കോസ്റ്റൽ നേഷൻ്റെതായിരിക്കും. ക്ലിയർ? And next question, how many of the following is or are part of 7 pillars of Indo-Pacific Oceans Initiative? See, ഇതിനെക്കുറിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മെയിൻസിൽ എടുത്ത് എഴുതാൻ പറ്റുന്ന വളരെ നല്ലൊരു പോയിന്റാണിത്. ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ചോദിക്കുമ്പോൾ പൊതുവിൽ പലരും എഴുതാത്തതും എന്നാൽ എഴുതേണ്ടിയതുമായിട്ടുള്ള ഒരു ഏരിയ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മൊത്തം 7 പില്ലേഴ്സ് ആണ് ഈ ഇനീഷ്യേറ്റീവിന് ഉള്ളത്. അതിൽ ഈ നമ്മൾ കൊടുത്തേക്കുന്ന 4 എണ്ണത്തിൽ ഏതൊക്കെ അതിനകത്ത് ഉൾപ്പെടും എന്നാണ് ചോദ്യം. അപ്പം ഗസ് ചെയ്യാം. ഓഷ്യൻസ് എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ട് നമുക്ക് ഗസ് ചെയ്യാം. മാരിടൈം സെക്യൂരിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവണ്ടേ? അതായത് കടൽ മാർഗമുള്ള സഞ്ചാരത്തിന് സെക്യൂരിറ്റി അല്ലെങ്കിൽ കടൽ ഏരിയയിൽ സെക്യൂരിറ്റി ഉണ്ടാവണം. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അതറിയത്തില്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. മാരിടൈം എക്കോളജി തീർച്ചയായിട്ടും, മറൈൻ എക്കോളജി എന്തായാലും ഒരു ടോപ്പിക്കായിട്ട് കയറി വരണ്ടേ, കാരണം ബ്ലൂ എക്കണോമി എന്ന് പറയുന്ന കാര്യമുള്ളത് കാരണം മറൈൻ എക്കോളജി കയറി വന്നേ പറ്റത്തുള്ളൂ. പിന്നെ സയൻസ്, ടെക്നോളജി ആൻഡ് അക്കാഡമിക് കോർപ്പറേഷനും ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനുമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഒന്നും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ എടുക്കാം? ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എടുത്തുകൂടെ? കാരണം ഡിസാസ്റ്റേഴ്സ് ഒരുപാട് ഈ മറൈൻ ഏരിയയിൽ ഉണ്ടാവുന്നില്ലേ, ഓഷ്യൻസിൽ ഉണ്ടാവുന്നില്ലേ, സുനാമി, ബാക്കിയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നില്ലേ. സോ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഒരു കൺസിഡർ ചെയ്യും എന്നൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിയാലോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ 50-50യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓൺലി 3 അല്ലെങ്കിൽ ഓൾ 4 എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തിയിരിക്കാം. ഇനി നിങ്ങൾ ആലോചിക്കാം, ഏതൊരു ഇന്റർനാഷണൽ കൂട്ടായ്മ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് പൊതുവിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത്? സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തിരിക്കും. മനസ്സിലായോ? ഏതൊരെണ്ണം വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിയോ. അതായത് ഒരു പക്ക സ്പെസിഫിക് ഇപ്പം സബ്ജക്റ്റിലുള്ള ഇനീഷ്യേറ്റീവ്സ് അല്ലാതെ, ഇപ്പോൾ പക്ക സ്പെസിഫിക് ഇതിലുള്ള ഇനീഷ്യേറ്റീവ്സ് അല്ലാതെ ഏതെടുത്ത് നോക്കിയാലും ജനറിക്കലി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കാര്യം ഏതൊരു ഇനീഷ്യേറ്റീവിൻ്റെ ഏതൊരു അലയൻസിൻ്റെയും ഒരു പില്ലറാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ ഏരിയ, ഫോക്കസ് ഏരിയ ആണ്. ഇനി നിങ്ങൾ സ്പെസിഫിക് ടോപ്പിക് എടുത്ത് നോക്കിയാലും തീർച്ചയായിട്ടും അതിനകത്തും ഉണ്ടാവും.
സയൻസ് ആൻഡ് ടെക്നോളജി കോപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു കൺട്രീസ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദീസ് കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ജനറിക്കലി സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള കോപ്പറേഷൻ എല്ലാ കൂട്ടായ്മകളിലും നമുക്ക് കാണാം എന്നുള്ളത് കൊണ്ട് തന്നെ 4 ഈസി ആയിട്ട് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാ? ഓൾ 4 എന്ന് പറയുന്നതല്ലേ. അപ്പൊ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവ് എന്താണെന്ന് അറിയാത്തവരത് പഠിച്ചിരിക്കണം. ഇറ്റ്സ് എ വോളണ്ടറി ഫ്രെയിംവർക്ക് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ അറ്റ് ദി 2019 ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ്. അപ്പം വീണ്ടും ഇന്ത്യ വന്നു. നമ്മൾ നേരെ GBA കണ്ടു, ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് കണ്ടു. അപ്പം വീണ്ടും ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവിൽ മറ്റൊരെണ്ണം കയറി വരുന്നു. ഇറ്റ്സ് എ വോളണ്ടറി ഫ്രെയിംവർക്ക് launched by India at the 2019 East Asia Summit to promote cooperation on maritime challenges in Indo-Pacific region. അതായത് ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് പസഫിക് ഓഷ്യൻ ആ ഏരിയയിൽ മാരിടൈം ചലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് ഒരു കോപ്പറേഷൻ വേണം. അതിനുവേണ്ടി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. 7 പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. മാരിടൈം സെക്യൂരിറ്റി, മാരിടൈം ഇക്കോളജി, മാരിടൈം റിസോഴ്സസ്, കപ്പാസിറ്റി ബിൽഡിംഗ്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ട്രേഡ് കണക്ടിവിറ്റി. ഇത്രയാണ് ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവിൻ്റെ 7 പില്ലേഴ്സ്. അപ്പോൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഒന്ന് നോക്കൂ. റീസെന്റ് സീൻ ഇൻ ന്യൂസ് ദി ടേം ഗിർമിദിയാസ് റെഫേഴ്സ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഈ എപ്പിസോഡിലെ 2 ടേംസ് ചോദിക്കുന്നതിൻ്റെ റീസൺ, ആ ടൈപ്പ് ന്യൂസ് നമുക്ക് റീസെൻ്റ്ലി ഒരുപാട് വന്നു. അപ്പോൾ ഗിർമിദിയ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം റീസെൻ്റ് ആയിട്ട് ഇന്ത്യയും ഫിജി എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ ഉള്ള റിലേഷൻസിൽ കുറേ പുതിയ മാറ്റങ്ങൾ വന്നു. കാരണം ഫിജി പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വന്നു. അതിനെ തുടർന്നിട്ട് കുറേ മീറ്റിങ്സും കുറേ കോപ്പറേഷന് വേണ്ടിയിട്ടുള്ള കുറേ തീരുമാനങ്ങൾ എടുത്തു പരസ്പരം. മനസ്സിലായില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ന്യൂസിലാണ് ഗിർമിദിയാസ് എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് കാണാനാവുക. ഫിജി എന്ന് പറയുന്ന ക്ലൂ തന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻ ഏതാണ് എന്ന് കിട്ടിക്കാണും. എന്നാൽ ഓപ്ഷൻസ് അറൗണ്ട് നമുക്ക് വായിക്കാം. എ, സോൾട്ട് മേക്കേഴ്സ് ഓഫ് റൺ ഓഫ് കച്ച്. B, Indian indentured laborers who signed contracts to work in British colonies. C, a solitary tribe that lives in a national park where Asiatic lions are found in India. And D, the descendants of the Cholas who live predominantly in Southeast Asia. So, ഇതിൽ നിന്നും ഫിജി ക്ലൂ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പാണ് എന്ത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ ഇന്ത്യയിൽ നിന്നും പോയിട്ടുള്ള ലേബറേഴ്സ്, അതായത് പണ്ട് കാലത്ത് ഇതൊക്കെ ബ്രിട്ടീഷ് കോളനികളായിരുന്നല്ലോ. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ആളുകളെ അവിടുത്തെ ജോലിക്ക് കൊണ്ടുപോകും. പ്രധാനമായിട്ടും കൃഷി സ്ഥലങ്ങളിലെ ജോലിക്കാണ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ നടക്കുന്ന ഷുഗർ ഫാമുകളിലും അങ്ങനെയുള്ള കൃഷിപ്പണിക്കായിട്ട് പണ്ട് കോൺട്രാക്റ്റിന് ഇവിടുന്ന് ആളിനെ കൊണ്ടുപോകും. പിന്നെ അവരെ അവിടുന്ന് തിരിച്ചൊന്നും വരവില്ല. അവിടെ തന്നെ ജീവിക്കും. അങ്ങനെ അവിടെ തന്നെ ജീവിച്ച് പിന്നെ അവിടുത്തുകാരായി മാറും. അവരുടെ പിൻതലമുറകളും അവിടെ വളർന്നു വരും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വലിയ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ന് ഫിജിയിലുണ്ട്. അപ്പം അങ്ങനെ അന്ന് അക്കാലത്ത് ഇന്ത്യയിൽ നിന്നും പോയിട്ടുള്ള ഇൻഡൻജേർഡ് ലേബറേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗിർമിദിയാസ്. സോ ആ ടേം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കറപ്ഷൻ ഓഫ് ദി ഇംഗ്ലീഷ് വേർഡ് എഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഒരു കറപ്റ്റഡ് വേർഷനാണ് ഗിർമിദിയ. ഗിർമിദിയ. മനസ്സിലായില്ലേ? ആൻഡ് കോമൺ ആയിട്ട് ഫിജി, മൊറീഷ്യസ് ആൻഡ് കരീബിയൻ ഐലൻഡ്സിലേക്കൊക്കെ ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറിയിൽ പോയിട്ടുള്ളവരാണിവർ.